പ്രാർത്ഥനാ മുറിയിൽ ഒരിക്കലൂടെ നമുക്ക് ഒരുമിച്ച് ചേരുവാൻ ദൈവം കൃപ നൽകി. പ്രാർത്ഥനാ മുറിയുടെ ഏറ്റവും വലിയ ബലമെന്ന് പറയുന്നത് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവിന്റെ പാദത്തിലായിരിക്കാൻ സ്വർഗ്ഗം കൃപ നൽകിയിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ എങ്ങനെയൊക്കെ നടത്തുമോ അതിൻ്റെ ഒരു പൂർണ്ണ അളവിലുള്ള സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവിന് കൊടുക്കുകയാണ്. നമ്മുടെ പാസ്റ്റർ എനിക്കൊരു റെസ്ട്രിക്ഷനും തന്നിട്ടില്ല, സമയത്തിൻ്റെ മാത്രമേ ഉള്ളൂ, ഇത്രയും ധാരാളം മതി. ശുശ്രൂഷകളിൽ പ്രസംഗിക്കുന്നയാളിനേക്കാൾ പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കാൻ വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. പ്രത്യേകിച്ച് നമ്മളെ എഫെസ്യ ലേഖനമാണ് ഈ ദിവസങ്ങളിലെ നമ്മുടെ ടെക്സ്റ്റായിട്ട് എല്ലാ യോഗങ്ങളിലും ഉപയോഗിക്കുന്നതെങ്കിലും ഒരാത്മനിറവിൻ്റെ അന്തരീക്ഷം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകണം. കാരണം എഫെസ്യ ലേഖനത്തിലെ വിഷയങ്ങളിലൊന്ന് ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിച്ചും പഠിപ്പിച്ചും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ നമ്മൾ അന്യോന്യ കീഴടങ്ങിയിരിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രധാന വിഷയങ്ങളിലൊന്ന് ഒരാത്മനിറവിൻ്റെ അന്തരീക്ഷമാണ്. ഈ ദിവസങ്ങളിൽ പ്രസംഗം ഒന്ന് കുറഞ്ഞാലും നമ്മളെല്ലാവരും ആത്മാവിനാൽ നിറയപ്പെടണം. ഞാനതിൻ്റെ ഒരുപാട് ന്യൂമാറ്റോളജിയും ഒന്നുമല്ല ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നത്, അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ ഇന്ന് ഈവൻ അവർ പീപ്പിൾ ആമേൻ, നിങ്ങൾ ഇന്ന് രാത്രി മുതൽ പറയണം, കർത്താവ് എന്നെ ആത്മാവിനാലൊന്ന് നിറയ്ക്കണം. യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: ജീസസ് വാസ് ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ്. നോട്ട് 50%, not 60%. Jesus was full of Holy Spirit. അത് തന്നെയായിരുന്നു ആദിമ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. They were all filled with the Spirit. നമ്മൾ അതിൻ്റെയൊക്കെ വശങ്ങളിലേക്ക് കടക്കും. രാത്രി തൊട്ട് നമ്മുടെ ഒരു ആഗ്രഹമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഒരാത്മനിറവിൻ്റെ ഒരു അന്തരീക്ഷം നമ്മുടെ നടുവിൽ വ്യാപരിക്കണം. നിറവ് എന്ന വാക്ക് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് വേദപുസ്തകം കൊടുത്തിരിക്കുന്നത് സമ്പൂർണമായി നിയന്ത്രിക്കപ്പെടുന്ന, ആബ്സല്യൂട്ട്ലി കൺട്രോൾഡ്. അതിന് തൊട്ട് മുമ്പ് പൗലോസ് ഉപയോഗിക്കുന്ന ഒരു കാര്യമുണ്ട്: വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. പണ്ട് കുടിയന്മാരുമല്ലോ ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ടെ അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കും. അമ്മേ, നിങ്ങളിൽ പലരും, ഞാനും ഉൾപ്പെടെ മിക്കവാറും എല്ലാം ഒരു പെന്തിക്കോസ്ത് വീട്ടിനകത്ത് ജനിച്ചു വളർന്നുകൊണ്ട് നല്ല ക്രിസ്ത്യൻ ഭവനത്തിൽ ജനിച്ചത് കൊണ്ടും ഒക്കെ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇഷ്ടംപോലെ എക്സ് ആൽക്കഹോളിക്സ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, പൗലോസിന്റെ അനാലജി വളരെ കറക്റ്റാണ്. ഒരാൾ ആൽക്കഹോളിക്കായി കഴിഞ്ഞാൽ അയാളെ കൺട്രോൾ ചെയ്യുന്നത് അയാളുടെ വിസ്ഡമല്ല, അയാളുടെ മനസ്സല്ല, അയാളെ ടോട്ടലി കൺട്രോൾഡ് ബൈ ദി ആൽക്കഹോൾ. ഇതുപോലെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആത്മാവിനാൽ സമ്പൂർണ്ണ നിയന്ത്രണം ഉണ്ടാകുന്നത്. നമ്മുടെ സഭയെക്കുറിച്ചുമുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ആത്മാവ് നിറഞ്ഞ ഒരു സഭയാണ് നമുക്ക് മാറണം. എന്നോടൊന്ന് നമ്മുടെ ആളുകളൊക്കെ ചോദിച്ചിരുന്നു, പാസ്റ്റർക്ക് ദൈവസഭയെ കുറിച്ച് എന്തെങ്കിലും ഒരു ദർശനമുണ്ടോ, ഒരു വിഷനുണ്ടോ? അപ്പം പെട്ടെന്ന് സാധാരണ നമ്മളിങ്ങനെ പറയുന്നത് 1000 സഭയുടെ കൂടുതലുണ്ടാകണം, ഒരു 1000 പാസ്റ്റർമാരുടെ കൂടുതലുണ്ടാകണം. പക്ഷെ എനിക്ക് പരിശുദ്ധാത്മാവ് നൽകിയ ഏറ്റവും വലിയ വിഷൻ നമ്പർ ഓഫ് ചർച്ചസ് അല്ല, അത് നമ്പർ ഓഫ് പാസ്റ്റേഴ്സ് അല്ല.
എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് അപ്പോസ്തലിക കാലത്തെ ഒരു സഭയായി നമ്മുടെ സഭകൾ മാറണം. The New Testament Apostolic Church. ആമേൻ. ആത്മാവിനാൽ നടത്തപ്പെടുന്ന, ലോകത്തിന് പോലും അസൂയയുണ്ടാക്കുന്ന ഒരു യൂണിറ്റിയുള്ള, ആമേൻ, ക്രൈസ്റ്റ് ലൈക്ക്നെസ് ലോകം കണ്ടറിഞ്ഞ് ഇവരാണ് ക്രിസ്ത്യാനികളെന്ന് ലോകം പറയത്തക്ക, ആമേൻ, ഒരു മൊറാലിറ്റിയും അതോടൊപ്പം സ്പിരിച്വാലിറ്റിയുമുള്ള ഒരു ദൈവസഭയാണെങ്കിൽ ഇന്ത്യയെ നമ്മൾ കീഴടക്കും. ആമേൻ. പഴയകാല ഒരുപാട് വിശ്വാസികൾ, ശ്യാംബ്രദർ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഭയങ്കര എൻ്റെ ബ്ലഡിലൂടെ IPC ഒന്നും വിടുന്നത്, അങ്ങനെ ഒന്നും ധരിക്കരുത്. എല്ലാ സഭകളെയും സ്നേഹിക്കുകയും ശുശ്രൂഷയ്ക്കൊക്കെ പോവുകയും ചെയ്യും. പക്ഷെ എനിക്കൊരു കൃത്യമായ ഒരു ആത്മാവിലൊരു ഉറപ്പുണ്ട്, ഇന്ത്യയെ കർത്താവിന് വേണ്ടി നേടുവാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു സഭയാണ് നമ്മുടെ സഭ. നോ ഡൗട്ട്. ഞാനിതിൻ്റെ മിഷൻ ചെയർമാനായിരുന്നു. ഞാൻ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ പാസ്റ്റേഴ്സ് കോൺഫറൻസുകളിലും പോയി സംസാരിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. എന്തോ ഒരു ശക്തന്മാരായ അഭിഷിക്തന്മാരായ ദൈവദാസന്മാരാണ് സഭയ്ക്കുള്ളത്. ഞാൻ പലപ്പോഴും എൻ്റെ ലീഡർഷിപ്പിനോട് പറയാറുണ്ട്, നിങ്ങൾ അവരുടെ ആത്മീക ശുശ്രൂഷയെ റിലീസ് ചെയ്യണം. ഇങ്ങനെ അവരെയൊക്കെ ഒതുക്കി നിർത്താതെ അവരുടെ ശുശ്രൂഷകളെ നിങ്ങൾ റിലീസ് ചെയ്താൽ ഇന്ത്യയെ നേടാനുള്ള കൃപ നമുക്ക് കിട്ടും. അമ്മേ, ഞാൻ ഈ ശുശ്രൂഷയിൽ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ 6 ദിവസം തികച്ചു എന്നുള്ളൊരു സന്തോഷത്തെക്കാൾ ആത്മനിറവുള്ള ഒരാർമിയെ, a group of young people totally, absolutely controlled by the Holy Spirit. നാളെ ജോലി രാജിവെച്ച് രാജസ്ഥാനിൽ പോകാനൊന്നും ഞാൻ പറയുന്നില്ല. ഈ ശുശ്രൂഷയുടെ നടുവിൽ അങ്ങനെ ഒരു ചലഞ്ച് ആരുടെയെങ്കിലും മണ്ടയ്ക്ക് ഉണ്ടായാൽ, അമ്മേ, ഞാനും സജിപാസ്റ്ററും എൽഡേഴ്സും കൂടെ നിങ്ങളെ വേർതിരിക്കും. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങളെ വേർതിരിക്കും. സ്തോത്രം. ബർന്നബാസിനെയും ഷൗലിനെയും ഒക്കെ ഒരു ഇന്റർനാഷണൽ മിനിസ്ട്രിക്ക് വേണ്ടി വേർതിരിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോടെ എന്നെക്കുറിച്ച് ദൈവത്തിന് അങ്ങനെ വലിയൊരു പദ്ധതി ഉണ്ടെങ്കിലോ, മേ ബി അടുത്ത പ്രാവശ്യം വെക്കേഷന് നാട്ടിൽ പോകുന്ന സമയത്ത് 1-2 ആഴ്ച എവിടെങ്കിലും പോയി ശുശ്രൂഷിക്കാനുള്ള ഒരു കൊതിയുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് അതിൻ്റെ മേലുള്ള ഒരു കൃപ നിങ്ങളുടെ മേൽ പകരും. ഞാൻ ഈ ശുശ്രൂഷിക്കുമ്പോൾ തന്നെ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവിനോട് ഇടപെടും. അതാണ് ദൈവാത്മാവിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെയാണ് വചനം പറയുന്നത്, നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. അതായത് ദൈവത്തിന്റെ ആത്മാവും നമ്മുടെ ആത്മാവും കൂടെ, the spirit of God and my spirit confirms that I am a child of God. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് നമുക്ക് ഉറപ്പ് വരുന്നത്, ആമേൻ, ശാനപ്പെട്ടത് കൊണ്ടൊന്നുമല്ല. ദൈവാത്മാവ് നമ്മുടെ ആത്മാവിനോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓപ്പൺ എ വേ ഫോർ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് വേണ്ടി അങ്ങ് അകത്തെ മനുഷ്യന്റെ വാതിൽ തുറന്നു കൊടുക്കണം. അങ്ങനെ ചില കർത്താവ് വേർതിരിക്കണം. ഒരു സ്പിരിറ്റ് ആയ ഒരു ഗ്രൂപ്പ് ഓഫ് കുഞ്ഞുങ്ങളെ ഇതിനകത്തൊന്ന് പുറത്തു കൊണ്ടുവരണം. നിങ്ങൾ എത്ര പേര് കൊതിക്കുന്നുണ്ട് നമ്മുടെ മക്കള് നമുക്ക് പ്രവാചകന്മാരെ വിളിക്കാൻ വേണ്ടി ടിക്കറ്റ് കൊടുക്കുകയൊന്നും വേണ്ട. നമ്മുടെ നാടുകളിൽ നിന്ന് പ്രൊഫറ്റിക് ഓഫീസിലുള്ള, പാസ്റ്ററൽ ഓഫീസിലുള്ള, ഇവാഞ്ചലിസ്റ്റിന്റെ ഓഫീസിലുള്ള, ഇവൻ അങ്ങേയറ്റം വന്ന് നിങ്ങൾ എന്നോട് വഴക്കിടയില്ലെങ്കിൽ ചില അപ്പോസ്തലന്മാരെ പോലും, ഒറിജിനൽ 12 അല്ല, ആമേൻ, ഒരു അപ്പോസ്തോലിക് കോളിംഗ് ഉള്ള ചിലരെ കൂടെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ചർച്ചയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. അതർവൈസ് നമ്മളിങ്ങനെ കൂടുന്നു, നമുക്കൊരു സ്ട്രക്ചറുണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പാർട്ടിയുണ്ട്, നമുക്ക് ദിസ് ഇസ് നോട്ട് എ സോഷ്യൽ ക്ലബ്. ദൈവസഭ ഈസ് നോട്ട് എ സോഷ്യൽ ക്ലബ്. പക്ഷേ ഈ ലോകത്തിൽ വെളിച്ചം പരത്തേണ്ട ഒരു കൂട്ടമായി
നമ്മുടെ സഭയെ കർത്താവ് ഒന്ന് മാറ്റാനായിട്ട് ആമേൻ ഉള്ളത്തിൽ ഒരു ആത്മാവ് വരുന്നവര് ഈ ദിവസങ്ങൾ അതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. അതിനുള്ള ഏറ്റവും വലിയ പവർഫുൾ സ്ഥലം എന്ന് പറഞ്ഞ പ്രാർത്ഥനാ മുറിയാണ്. യൂറോപ്പിലേക്ക് സുവിശേഷം പോയത്, യൂറോപ്പിലെ ആദ്യത്തെ ദൈവസഭ ഫിലിപ്പായി ആയിരുന്നു. യൂറോപ്പിലോട്ട് ആദ്യ സുവിശേഷം പോയത് ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കകത്തുനിന്ന് രണ്ടുപേരെ പുറത്തു കൊണ്ടുവന്നപ്പെടാം. ഹല്ലേലൂയ. അവരെ നമുക്കറിയാം, അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുമ്പോൾ ദിവസങ്ങളിൽ ഒരു നേരമാണോ, 2 നേരമാണോ, 3 നേരമാണോ, ഇതൊന്നും അല്ല നമ്മുടെ വിഷയം. ആമേൻ. ആറ്റിറ്റ്യൂഡ് ഓഫ് ഫാസ്റ്റിംഗ്. ആമേൻ. ആഹാരം വെടിഞ്ഞ് ഫേസ്ബുക്കിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമല്ലേ പറഞ്ഞേ. ആഹാരം വെടിഞ്ഞാലും വെടിഞ്ഞില്ലെങ്കിലും ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അന്ത്യോക്യയിലെ സഭയിൽ അവർ പ്രാർത്ഥിച്ച് ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരിൽ ഇടപെടാൻ തുടങ്ങി. എന്നിട്ട് 1-2 പേരെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇവർ ഇന്ന് വരെ ശുശ്രൂഷ ചെയ്യണം, പക്ഷെ വേറൊരു ലെവൽ ഓഫ് മിനിസ്ട്രിക്ക് വേണ്ടി ഇവരെ അയക്കാൻ പോവാം. അടുത്ത ദിവസം സിറിയയിൽ നിന്ന് കപ്പൽ കയറി ഫൊനീഷ്യയിലോട്ട് ചെന്നു നേരെ ഗലാത്യയിലേക്ക് പൗലോസും ബർന്നബാസും കടന്നു ചെല്ലുന്ന, മർക്കോസും കടന്നു ചെല്ലുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ചർച്ചുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. എഫെസോസിൽ സഭകൾ ഉണ്ടാകുന്നു. അതിലൊരു എഫെസോസ് സഭയ്ക്ക് പൗലോസ് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വാക്യമാണ്. ഞാൻ വായിച്ച ആ വാക്യം ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ആവർത്തിക്കുകയാണ്. ആമേൻ. 3-ാം അധ്യായം, എഫെസ്യർ ലേഖനം 3-ാം അധ്യായം, നമ്മൾ 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ആമേൻ ഒക്കെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു ബൈബിൾ സ്കൂൾ ലെവലിലുള്ള ഒരു ടീച്ചിങ്ങോ അങ്ങനെ ഒന്നുമായിട്ട് ധരിക്കരുത്. പരിശുദ്ധാത്മാവ് എങ്ങനെ നടത്തുന്നു ആ ആലോചനയുടെ പുറകിന് പോവുകയാണ്. ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന നമുക്കൊരു ഉറപ്പുണ്ടോ? ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിയാൽ കഴിയുന്ന കർത്താവിന് കരമുയർത്തി സ്തോത്രം 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 പ്രാർത്ഥിക്കുന്ന നമുക്ക് ഇന്ന് രാത്രി ആ വചനം ഒന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചൊരു ആമേൻ പറഞ്ഞേ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നതിലും ആമേൻ, താൻ വി തിങ്ക് ആൻഡ് താൻ വി ആസ്ക്, നമ്മൾ ചിന്തിക്കുന്നതിലും നിന്ദിക്കുന്നതിലും, എന്തൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മലയാളത്തിൽ അത്യന്തം പരമായി എന്നൊരു ചെറിയ വാക്കയുള്ളൂ. പക്ഷെ അത് ഒറിജിനൽ ലാംഗ്വേജിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാക്കുകൾക്കകത്ത് എഴുതിയിരിക്കുന്നത് ആമേൻ, abundantly, exceedingly abundantly, exceedingly abundantly above all. സ്വത്രം. എന്തോ ഒരു ഭയങ്കര ടെക്സ്റ്റാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കേവലം ചോദിക്കുന്ന മാത്രമല്ല, നനയ്ക്കുന്നതിലും എക്സീഡിംഗ്ലി, എക്സീഡിംഗ്ലി abundantly, exceedingly abundantly above all. ഇന്ന് രാത്രിയിലൊക്കെ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു സാധാരണ സൗഖ്യമല്ല ഇറങ്ങേണ്ടത്. ഇനിയും ആ രോഗം ഇറങ്ങാതെ വണ്ണം, അത് ശരീരത്തെ ബാധിക്കാതെ വണ്ണമുള്ള ഒരു സൗഖ്യം നമ്മുടെ നടുവിൽ വ്യാപരിക്കണം. എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ അതൊക്കെ ഈ പ്രാർത്ഥനാ മുറിക്കകത്ത് അതിന്റെ അടിവേർ നമ്മൾ അടത്തുകളെ, അതിന്റെ ആ ജെറിക്കോ വോളുകളൊക്കെ ഇന്ന് രാത്രിയിൽ അത് സംഭവിക്കും. കാരണം നമ്മിൽ ഒരു വ്യാപാര ശക്തിയുണ്ട്. നിശ്ചയമായും അത് പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്നെ നമ്മിൽ വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തിയാൽ എൻ്റെ ദൈവത്തിന് കഴിയും, എൻ്റെ ദൈവത്തിന് അതൊരു കഴിയുമല്ലോ എന്നുള്ള ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ വരണം. ഒരു കൊച്ചു സഭയിരുന്ന ഒരു പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത് സാധാരണ ആമേൻ പാസ്റ്റർ അല്ല, ചർച്ചിന്റെ ഏറ്റവും മുന്തിയ ലീഡർഷിപ്പിലുള്ളയാണ്. ആമേൻ. യാക്കോബിന്റെ സഹോദരനായ മറ്റൊരു ശിഷ്യനായ യാക്കോബിനെ, യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് വെട്ടിയത് സന്തോഷമായി തോന്നിയിട്ട് ഹെരോദാവ് ആമേൻ പത്രോസ് അപ്പോസ്തലനെ പിടിച്ച് കാരാഗ്രഹത്തിന്റെ അകത്തിട്ടപ്പോൾ സഭ, ആ വാക്യം ഇങ്ങനെയാണ്, സഭ അവന് വേണ്ടി ശ്രദ്ധയോടുകൂടെ, ഞാൻ ആ വാക്ക് ഒന്ന് ബിബ്ലിക്കലായിട്ട് മാറ്റുകയാണ്, പ്രാർത്ഥന കഴിച്ചു. അപ്പോസ്തല പ്രവൃത്തികളിൽ പ്രാർത്ഥിച്ച് നല്ല എഴുതിയേക്കുന്ന പ്രാർത്ഥന എന്താണ്? ആ വാക്കിന്റെ അർത്ഥം മറുപടി കിട്ടുന്നത് വരെ പ്രാർത്ഥനാ മുറിയിലിരുന്ന് എഴുതി വെച്ച് പ്രാർത്ഥിച്ചു തുടങ്ങും.
Even people let me tell you, amen, write down your prayer request. നാളേക്ക് വീട്ടിൽ ചെന്നിരുന്ന write down your prayer request. ഈവൻ നിങ്ങളുടെ IQ ലെവലിൽ പോലും ദൈവത്തിന് വലിയ വ്യത്യാസം ഉണ്ടാക്കാം, ഭയങ്കര വ്യത്യാസം ഉണ്ടാക്കാൻ കഴിയും. എൻ്റെ പ്ലസിൻ്റെയൊക്കെ നാട്ടിലെ സ്വന്തം ഈ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 10th എന്ന് പറയുന്നതിനേക്കാൾ SSLC എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് SSLC ആണ്. അതായത് ഒരു വളരെ ബെഞ്ച് മാർക്ക് SSLC. അപ്പൊ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 210 മാർക്കായിരുന്നു അവിടുത്തെ പാസ് മാർക്ക്. അപ്പൊ 210 മാർക്ക് വാങ്ങിക്കുന്ന ആളുടെ IQ നിങ്ങളൊന്ന് ഓർത്തേച്ചാൽ മതി. ശ്രോത്രം അമ്മേൻ. അന്ന് നമുക്ക് SSLCക്ക് 5 ബുക്കും 6 ബുക്കും ഒക്കെ ഉള്ളവരുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെ പാസ് മാർക്കൊക്കെ കിട്ടുന്നത്. അത് ഇപ്പോഴത്തെ ജനറേഷന് മനസ്സിലാകത്തില്ല. 210 മാർക്കാണ് അവിടുത്തെ പാസ് മാർക്ക്. 210 210 മാർക്കാണ്. അത് വായിക്കുന്നയാൾ സ്കൂളിലെ ടോപ്പറല്ല, സ്കൂളിലെ താഴെ നിന്നുള്ളവർ മേലെയുണ്ടാകാം. ഞാനൊരു കൊച്ച് 210 മാർക്ക് കിട്ടി. ആ ദിവസങ്ങൾ ഉപവാസപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മേൽ കരം വെച്ചിട്ട് നീ ഇന്ന് രാത്രിയിൽ സമ്പൂർണമായി സമർപ്പിച്ചാൽ നിന്റെ ഭാവിയുടെ മേൽ ഒരു വലിയ മുന്നേറ്റം കർത്താവ് അയക്കാൻ പോവാം. She was only 15 then. Amen. 15 വയസ്സുള്ളതുകൊണ്ട് അതുപോലെ വിശ്വസിച്ചു. 25 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അത് പ്രയാസമാണ്. നമ്മുടെ മനസ്സിലൊക്കെ അത് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. She believed it. സമ്മതിക്കുമെന്ന് വിശ്വസിച്ചു. ഞങ്ങളുടെ ഏറ്റവും അടുത്തുള്ള കോളേജ് എന്ന് പറയുന്നത് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജാണ്. ആരൊക്കെയോ പറഞ്ഞ് അന്ന് ഈ സെക്കൻഡ് ഗ്രൂപ്പ് സയൻസ് മാത്രമുള്ള ഗ്രൂപ്പാണ്. അത് കഴിഞ്ഞാൽ നേഴ്സിങ്ങിന് പോകുന്നതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ അന്നത്തെ ഏറ്റവും വലിയ കാര്യം. അതിനവിടെ അഡ്മിഷൻ കിട്ടി, ഒത്തിരി റെക്കമെൻഡേഷനോട്. പ്രീ ഡിഗ്രി എന്നാണ് അതിനെ പറയുന്നത്, +2 അല്ല, പ്രീ ഡിഗ്രിക്ക് അമേൻ ഈ മോക്ക് 2nd ക്ലാസ് കിട്ടി. BSc കെമിസ്ട്രി 1st ക്ലാസ്, MSc കെമിസ്ട്രി യൂണിവേഴ്സിറ്റിയിൽ 3rd റാങ്ക്, അമേൻ MPhil യൂണിവേഴ്സിറ്റിയിൽ 1st റാങ്ക്. കെമിസ്ട്രിയിൽ ഇത്രയും മാർക്ക് വാങ്ങിച്ച കൊച്ചിനെ അമേൻ അമേരിക്കക്കാരൻ വിളിച്ചൊക്കെ കല്യാണം കഴിച്ചു പോയി. ഞാൻ 2 വർഷം മുമ്പ് അമേരിക്കയിലെ ഫിലഡൽഫിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ചെന്നപ്പോൾ അവളവിടെ ഉണ്ടായിരുന്നു, ഹോൾ ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. അവിടെ പറഞ്ഞു, അച്ഛാ അമേൻ എൻ്റെ ഓഫീസിൽ ഒന്ന് വാ, അച്ഛന് ഒന്ന് കാണണം. അമേൻ ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറഞ്ഞ മെഡിക്കൽ കമ്പനിയുടെ ഏറ്റവും വലിയ ഫാക്ടറികളിലൊന്ന് ഈ ഫിലഡൽഫിയയിലുണ്ട്. അവിടെ ഞാൻ ഓഫീസിൽ കൊണ്ടുപോയി. ഷീ ഈസ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ദാറ്റ് കമ്പനി. ഒരു 2000 സയന്റിസ്റ്റുകൾ അവിടെ കീഴിലുണ്ട്. അവിടെ ചെന്ന് അമേരിക്കയിൽ ചെന്ന് PhD എടുത്തു, പിന്നെ ഹയർ സ്റ്റഡീസ് നടത്തി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന മെഡിക്കൽ കമ്പനികളിൽ ഒന്നാണ് ജോൺസൺ ആൻഡ് ജോൺസൺ. ഞാൻ അവരോട് ശമ്പളം എത്രയൊന്നും ചോദിച്ചില്ല, ബട്ട് ഷീ ഈസ് ദ VP ഓഫ് ദ കമ്പനി. അന്ന് ഞാൻ മക്കളോട് പറയുകയാണ്, ഇന്ന് രാത്രിയിൽ ഒന്ന് സ്വീകരിച്ചോണം. മോർ ദാൻ യു തിങ്ക്, മോർ ദാൻ യു ആസ്ക്, exceedingly abundantly above all, because our God is able. ഒരു ഭയങ്കര ബ്രേക്ക് ത്രൂ തരാനായിട്ട് എന്റെ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരെ കരമുയർത്തി ഒരു ആമേൻ പറഞ്ഞു. നല്ലപോലെ കരമുയർത്തി 2-3 മിനിറ്റ് ഒരു ആമേൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾക്കൊന്ന് കൺഫ്യൂസ് ചെയ്യാൻ കഴിയുമോ? എന്റെ കർത്താവിന് കഴിയാത്തതൊന്നുമില്ലെന്ന് ഇന്ന് രാത്രി ഒന്ന് ആദരം തുറന്ന് ഒന്ന് കൺഫ്യൂസ് ചെയ്ത്, ഒന്ന് ശക്തമായിട്ടൊന്ന് കൺഫ്യൂസ് ചെയ്ത്, നിനക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത നിങ്ങൾക്ക് ആത്മാവിൽ സ്വീകരിക്കാൻ കഴിയുന്നവരാണെങ്കിൽ നിങ്ങളെ കരമൊന്ന് ചേർത്തടിച്ച് ഇന്ന് രാത്രിയിൽ ആ വചനത്തെ ഒന്ന് സ്വീകരിച്ച് അവിഷ്ടത്തിനൊക്കെ ഭയങ്കര ബ്രേക്ക്. എന്താ ജോസഫിന്റെ ക്വാളിഫിക്കേഷൻ മക്കളെ? He was no MBA from Harvard University. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിന്നോ മസാച്യുസെറ്റ്സിന്നോ ഒന്നും MBA എടുത്ത ആളല്ല ജോസഫ്. ആകെ കൂടിയുള്ളതുണ്ടായിരുന്ന ഒരു ദർശനം, a vision from the Lord. പക്ഷെ ആ വിഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ യോസഫിന്റെ കൂടെ എപ്പോഴും യഹോവയുണ്ട്. യോസഫിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ആയതൊന്നുമല്ല ഞാൻ കണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ യോസഫിനോട് കൂടെ ഈ യഹോവ ഉണ്ടായിരുന്നു.
കർത്താവിനെ മുന്നിൽ വെച്ചാണ് the whole life he disciplined his whole life placing God before him. ദൈവത്തെ അവന്റെ മുമ്പിൽ വെച്ചാണ് the whole discipline of his life. 13 വർഷമാണ് തെണ്ടി നടന്നത്. ആമേൻ. ഇത്ര രാഹുലമാങ്കൂട്ടത്തിന് പോലും ഇത്രയും പ്രശ്നമില്ല. പോയി യൂട്യൂബിലൊന്നും നോക്കണ്ട. ഭയങ്കര ഇഷ്യൂസ് ആണ്. 3 വർഷം അവൻ ഇനി ആയുഷ് പുറത്തു വരത്തില്ല. കാരണം അവിടുത്തെ ഏറ്റവും ടോപ്പ് ഷെയ്ക്കായിരുന്നു ആമേൻ പൊത്തിഫർ. അവിടുത്തെ ഏറ്റവും ടോപ്പ് ആളായിരുന്നു. ഒരു ഈജിപ്തിന്റെ കഥ അറിയാമല്ലോ. അവിടുത്തെ ഏറ്റവും ടോപ്പ് ആളായിരുന്നു. അവൻ പറഞ്ഞു നീ ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന്. മറക്കേണ്ടവര് മുഴുവൻ മറന്നു. പക്ഷെ മറക്കാത്ത ഒരാള്, ദർശനം നൽകിയത് കർത്താവാണെങ്കിൽ മറക്കാത്ത ഒരാള്. കർത്താവിനോട് പറയണം, മറക്കാത്തതിനാൽ നന്ദിയോടെ സ്തോത്രം. ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഉയർന്നു കഴിഞ്ഞപ്പോൾ എന്തൊരു വിഷ്ടമായി ഈ മനുഷ്യനുണ്ടായിരുന്നത്. അന്നത്തെ ഏറ്റവും വലിയ സ്കൂള് ഫറവോന്റെ സ്കൂളായിരുന്നു. അന്നത്തെ ഏറ്റവും വലിയ യൂണിഫോം എന്ന് പറഞ്ഞ ആ ലിപി ഉണ്ടായിരുന്നത് അവർക്ക് മാത്രമാണ്. പിരമിഡ് പണിയാനുള്ള ടെക്നോളജി ഇന്ന് നമുക്ക് അന്യമാണ്. പിരമിഡ് പണിയാനുള്ള ടെക്നോളജി അവർക്കുണ്ടായിരുന്നു. നൈൽ നദിക്കകത്ത് അസ്വാൻ എന്ന് പറയുന്ന വലിയ അണക്കെട്ട് പണിയാനുള്ള എഞ്ചിനീയറിംഗ് ടെക്നോളജി അവർക്കുണ്ടായിരുന്നു. പേപ്പർ ഷീറ്റിനകത്തുനിന്ന് പേപ്പർ ഉണ്ടാക്കാൻ അവർക്കറിയാമായിരുന്നു. ആദ്യമായിട്ട് എഴുതാൻ തുടങ്ങിയതവരാണ്. they were scholars, technically qualified. ഇങ്ങനെയൊക്കെ ഉയർന്ന ഒരുത്തനും ഇല്ലാത്ത ഒരു വിസ്ഡം സ്വർഗത്തിലെ ദൈവം ഈ മനുഷ്യന് കൊടുത്തു. ഫറവോൻ അന്തം വിട്ട് പറയുകയാണ്, ദേവന്മാരുടെ ആത്മാവുള്ള ഒരു മനുഷ്യൻ. വേറെ മനുഷ്യനെ നോക്കിയേ. ആമേൻ. ഓൾഡ് ടെസ്റ്റ്മെന്റ് ഉള്ളതായ ദാനിയേൽ, ആമേൻ, അന്നത്തെ ഏറ്റവും വലിയ നേഷന്റെ 127 രാജ്യങ്ങളുടെ മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് ഉയരുവാൻ കഴിഞ്ഞ ഒരു മനുഷ്യനായിട്ട് ദാനിയേൽ ഉയർന്ന ബിക്കോസ് ഓഫ് ദി സ്പിരിറ്റ് ഓഫ് ഗോഡ്. ആമേൻ. ദി സ്പിരിറ്റ് ഓഫ് വിസ്ഡം, ദി സ്പിരിറ്റ് ഓഫ് നോളജ്, അതൊക്കെ സ്വർഗത്തിലെ ദൈവം അവിടെ കൊടുത്തെങ്കിൽ ഇന്ന് പകൽ നമ്മുടെ മകളെ ഉയർത്താൻ ആ ദൈവത്തിന് അസാധ്യമാണ്. നമ്മളെ ഉയർത്താൻ ആ ദൈവത്തിന് അസാധ്യമാണോ? ഇന്ന് രാത്രിയിൽ ആമേൻ, ഉയരത്തിൽ നിന്നും ഉയർത്തത്തിൽ നിന്നും ശത്രു വാദിച്ചു നിൽക്കുന്ന സകല മേഖലകളുടെ മേൽ ഇന്ന് രാത്രിയിൽ സഭ ജയിക്കുക. സഭ ജയിക്കണമെന്ന് You are more than a conqueror. Oh, hallelujah. ഒരു രോഗം കൊണ്ട് തീരുന്നതല്ല, ഒരു സ്ട്രോക്ക് കൊണ്ട് തീരുന്നതല്ല, ഒരു സർജറി കൊണ്ട് തീരുന്നതല്ല, ഒരു ബിസിനസ് ഫെയിലിയർ കൊണ്ട് തീരുന്നതല്ല. ഇവരാത്രിയിൽ ഒന്നിന് പുറകെ ലെവലിലോട്ട് നമ്മൾ ഓരോരുത്തരും ഉയരണം. ഓൾ മേഖലയിൽ ഹല്ലേലൂയ. നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ? ആമേൻ. ഞാൻ സ്പിരിച്വാലിറ്റിയിൽ തന്നെ പ്രാധാന്യം കൊടുക്കുന്നയാളാണ്. പക്ഷെ കർത്താവിന്റെ കൂടെ നടന്നതും ഏറ്റവും ഒടുവിലത്തെ അപ്പോസ്തലനായ യോഹന്നാൻ എടുത്ത് നിങ്ങൾ വായിച്ചോ? പ്രിയരെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും, that you may prosper in all things and be in health. ഇതെന്റെ വാക്കല്ലാത്തത് കൊണ്ട് ആരും സ്വതന്ത്രം പറയാതിരിക്കും. This is the sure word of God. ഒന്ന് പ്രാർത്ഥിച്ച് നാളെ രാവിലെ കർത്താവേ, ഞങ്ങളുടെ വചനത്തിൽ എഴുതിയിട്ടുണ്ട് ഞങ്ങളുടെ ആത്മാവ് ശുഭമാണ്. Our soul, our spirit prospers. But you should prosper in all things and be in health. അത് ചുമ്മാ അന്നത്തെ ഒരു വന്ദനവാക്കിന് അപ്പോസ്തലന്മാർ ചുമ്മാ ഇതുപോലൊരു വേദപുസ്തകത്തിൽ ചുമ്മാ മോനെ നീ സുഖമായിരിക്കട്ടെ, സുഖം അവിടെ സുഖം ഇവിടെ സുഖം. നോ 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 നോ. ഇത് നമുക്കുള്ള ഭയങ്കര പ്രോമിസാണ്. ഓ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് രോഗമുള്ള മരത്തിലെന്ന് ഭാഷ പ്രസംഗിച്ചെന്ന് പറയരുത്. നമ്മളൊരു വീണുപോയ ലോകത്തില്ല, പക്ഷെ ലോകത്തെ ജയിക്കാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനയുടെ പവർ നമ്മുടെ മേൽ കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചിട്ടുള്ളവരൊക്കെ ഇന്ന് ശക്തമായിട്ട് ദൈവത്തിന് മഹത്വപ്പെടുത്തും. ഈ 14 മുതലുള്ള വാക്യങ്ങളിലോട്ട് കിടക്കുന്നതിന് മുമ്പേ വേറെ നമ്മൾ ഈ പുസ്തകത്തിന്റെ ഉള്ളിലേക്ക് കിടക്കുകയാണല്ലോ. വിശുദ്ധാത്മാവിൽ ഞാൻ നമ്മുടെ പ്രസിഡന്റ് വീട്ടിൽ ഇരുന്ന് പകലൊക്കെ കുറേ സമയം കിട്ടും. ഞാൻ കുറേ വർഷങ്ങൾ ദിവസം
പഠിപ്പിക്കുന്ന ശുശ്രൂഷയിലുണ്ടായിരുന്നു. അന്നേരം കൂടുതൽ ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് പൊളൈൻ ടീച്ചിങ്ങും ഡോക്ടറിനും ലേഖനങ്ങളും ഒക്കെയാണ്. എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് അറിയാം. പക്ഷെ എനിക്കറിയാവുന്നത് പറഞ്ഞുകൊണ്ടല്ല ഈ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടുന്നത്. ഇന്ന് രാത്രിയിലത്തേക്ക് പരിശുദ്ധാത്മാവിനൊരു വാക്കുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയൊക്കെ ചെയ്യും. ആമേൻ. ഈ എഫെസ് ലേഖനോ, കൊലോസ്യ ലേഖനോ, ആമേൻ, ഫിലിപ്പിയ ലേഖനോ, ഫിലേമോനുള്ള ഒരു പേഴ്സണൽ ലെറ്റർ, ഇത് നാലിനെയൊക്കെ ആമേൻ ബൈബിൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്ത ദൈവദാസന്മാർക്കറിയാം. ഇതിനെ വിളിക്കുന്നത് പ്രിസൺ എപ്പിസൽസ് എന്നാണ്, കാരാഗ്രഹ ലേഖനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. കാരണം പൗലോസ് എഴുതുന്ന കാരാഗ്രഹത്തിൽ കിടന്നുണ്ട്. ഞാനിതിൻ്റെ തീസിസും ഹൈപ്പോത്തീസിസും ഒക്കെ പിന്നെ സജിപാസ്റ്റ് പഠിപ്പിച്ചോളൂ. എനിക്ക് ആ ലെവലിലുള്ള സ്കോളർലി ഒന്നുമല്ല. ഞാൻ അത്യാവശ്യം ഈ വേദപുസ്തകത്തിലുള്ള 2-3 കാര്യം പറയാം. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ, 1-2 വാക്യം. പൗലോസ് പറഞ്ഞു തുടങ്ങിയാണ്, ഫോർ ദിസ് റീസൺ, ഈ കാരണം കൊണ്ട്. ഞാൻ പതുക്കെ അങ്ങോട്ട് വരാം. പക്ഷെ പൗലോസ് പറയുന്നത് അതു നിമിത്തം യേശുക്രിസ്തുവിൻ്റെ ബദ്ധനായിരിക്കുന്ന ദ പ്രിസണർ ഓഫ് ക്രൈസ്റ്റ്. അവിടുന്ന് ഞാൻ ഇന്ന് രാത്രിയിലത്തെ ഒരു കൊച്ചു ദൂത് ആരംഭിക്കാം. പൗലോസ് പറയുകയാണ്, ഐ എം എ പ്രിസണർ ഓഫ് ഹൂ? ഐ എം നോട്ട് എ പ്രിസണർ ഓഫ് ജൂസ്. ഐ എം നോട്ട് എ പ്രിസണർ ഓഫ് സീസർ. I am not a prisoner of Herod, but I am a prisoner of Christ Jesus. So, 4-5 കൊല്ലമായിട്ട് പൗലോസ് തടവറയ്ക്കകത്ത് കിടക്കുക. 4-5 കൊല്ലമായിട്ട്. കൈസരിയയിൽ ഒരു 2 കൊല്ലം കിടന്നു. ഇപ്പൊ അവിടുന്ന് പുറത്തിറങ്ങി ഫേലിക്സും ഫെസ്തോസും ഒക്കെ എല്ലാം കൂടെ കൈസറെ അഭയം തേടിയത് കൊണ്ട്, ഇത് ഞാൻ പറയുന്ന അപ്പോസ്തല പ്രവൃത്തി 27-28 അധ്യായങ്ങളിലൊക്കെ കൈസറെ അഭയം തേടിയത് കൊണ്ട് പൗലോസിനെ റോമിൽ കൊണ്ടുവന്ന് വിസ്തരിക്കുന്ന സമയത്ത്, ഇയാൾ വളരെ സാധുവായ മനുഷ്യനാണെങ്കിലും പൊളിറ്റിക്കലി ഹീസ് എ ക്രിമിനൽ. നിരോധിക്കപ്പെട്ടതായ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ പ്രചാരകനായ മനുഷ്യൻ, അദ്ദേഹത്തെ ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ക്രിമിനലിനെ കൂട്ടായിട്ട് കൈകാര്യം ചെയ്യുന്നത്, സുവിശേഷന്മാരെ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ കൈകാര്യം ചെയ്ത് ഒരു 2 വർഷമായിട്ട് ഹൗസ് അറസ്റ്റ് കിടക്കുകയാണ്. ഒരു തടവുകാരൻ അല്ല 2 തടവുകാരൻ ഇടത്തും വലത്തും വന്നിരുന്നു. കൈസർ തടവുകാരനായിട്ട്, സീസർ തടവുകാരനായിട്ട് പൗലോസിനെ അവിടെ വെച്ചിരിക്കുന്ന സമയത്ത് എഴുതിയ ലേഖനങ്ങളിൽ ഒന്നാണ് എഫെസ്യർക്കുള്ളതായ ഈ ലേഖനം എന്ന് പറയുന്നത്. ഇതെഴുതുന്ന സമയത്ത് പൗലോസ് തടവുകാരനാണെന്നുള്ള ഉറപ്പിന് വേണ്ടിയാണ് ഞാൻ ആ വാക്യം വായിച്ചത്. അദ്ദേഹം പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ അവിടെയോട്ട് തടവിൽ കൊണ്ടുവരാൻ കാരണമായതിന് പ്രധാനപ്പെട്ട ഈ കാരണം യഹൂദന്മാരുടെ ഒരു കള്ള അക്യൂസേഷനാണ്. ആമേൻ. യഹൂദന്മാരുടെ ഈ ആലയത്തിനകത്ത്, അവരുടെ ഈ യെരുശലേമിലെ ദേവാലയത്തിനകത്ത് ജെന്റൈൽസിനുള്ളൊരു കോട്ടം, അതിനിപ്പുറത്തോട്ട് ആരെങ്കിലും കൊണ്ടുവന്നാൽ അവനെ കൊല്ലണമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്തെ ഒരു ചിന്തയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ത്രോഫിമോസ് എന്ന് പറഞ്ഞ ഒരുത്തനെ പൗലോസ് ഈ അകത്ത് കൊണ്ടുവന്നു, പ്രാകാരത്തിൽ കൊണ്ടുവന്നു. That's only an accusation. That was not true. ആമേൻ. ദുരാരോപണങ്ങളും ശത്രു പറഞ്ഞ ചില വിഷയങ്ങളുടെ മേലും ഇന്ന് രാത്രിയിൽ ഭാരപ്പെടുന്നവരുടെ മേലും ഈ വചനത്തിന്റെ ശക്തി ഒന്ന് ഇറങ്ങണം. രക്തം ജയം. ഇനി ആരും കുറ്റം പറഞ്ഞില്ലെങ്കിലും തമ്മിച്ചാനെ നമ്മുടെ സീനിയർ മെമ്പർ തമ്മിച്ചാനെ നിങ്ങൾ ആരും കുറ്റം പറയില്ലെങ്കിൽ രാപ്പകൽ അപവാദം പറയുന്ന ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്. അത് അമ്മാമയൊന്നുമല്ല. രാപ്പകൽ അപവാദം പറയുന്ന, വേദപുസ്തകത്തിന്റെ ഒടുവിലത്തെ താളുകളിൽ എഴുതി, രാപ്പകൽ അപവാദം പറയുന്ന അപവാദിയായ സാത്താൻ എന്ന പഴയ മഹാസർപ്പത്തിന്റെ മേൽ അവർ കുഞ്ഞാടിന്റെ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യവചനത്താലും ജയമെടുത്തു. ഓ ഹല്ലേലൂയ.
ഇന്ന് രാത്രിയിൽ ഒരു ജയമെടുക്കണം. നമുക്കെതിരെ പിശാച് വാദിച്ചു നിൽക്കുന്ന ചിലതിന്റെ രക്തത്താൽ ജയമെടുക്കണം. പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയുമ്പോൾ ദൈവങ്ങൾ ഏറ്റെടുത്തോണം. നമ്മുടെ നന്മകളെ തടഞ്ഞു നിർത്തുന്ന, അത് പാതി വഴിയിൽ മുടക്കിക്കളഞ്ഞതായ, അത് അടുത്തു വരേണ്ടതിന് മുമ്പ് അതിനെ ചിതറിക്കുന്നതായ ദുഷ്ടവ്യാപാര ശക്തികളെ ഇന്ന് രാത്രിയിൽ കുഞ്ഞാടിന്റെ രക്തത്താൽ ആത്മാവിലൊന്ന് സ്വീകരിച്ച് രക്തം ജയം, രക്തം ജയം, രക്തം ജയം. കുഞ്ഞാടിന്റെ രക്തത്താൽ ഇന്ന് രാത്രി ജയമെടുക്കാം. ഏത് പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുന്നതിന് മുമ്പേ ആമേൻ, there is an accuser. ഒന്നും ചെയ്തില്ലേലും അപവാദം പറയുന്ന, പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ജോഷുവ എന്ന മഹാപുരോഹിതൻ പുതിയൊരു സ്ഥാനവസ്ത്രം തയ്പ്പിക്കാനോ കിട്ടാനോ സാധ്യതയില്ലാതെ ശുശ്രൂഷയ്ക്ക് നിന്ന സമയത്ത് ആ ഔട്ടർ ഗാർമെന്റിന്റെ മേലുള്ള ഒരു ചെറിയ കറയുടെ മേൽ ആമേൻ സാത്താൻ അപവാദം പറഞ്ഞെങ്കിൽ ഹല്ലേലൂയ, God knows it. സ്വത്രം എന്റെ ഉള്ളിൽ ആത്മാവ് ഒരു തരം ചൂട് പിടിപ്പിക്കുന്ന പോലെ ഹല്ലേലൂയ, ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ സഭ മുഴുവൻ ആഹ്ലാദിക്കുമ്പോൾ ഇപ്പുറത്ത് മാറി നിന്ന് ഒരു ചെറിയ കറയുടെ പേര് പറഞ്ഞ് ശുശ്രൂഷയിൽ ഒരു ഏതെങ്കിലും കുറവിന്റെ പേര് മാറി നിൽക്കുന്ന അപവാദം പറയുന്ന ശത്രുവിനെ പേര് ഇത് രാത്രി ഇടപെടുന്നത് ആമേൻ IPC സഭയുടെ പാസ്റ്ററല്ല, കുഞ്ഞാടിന്റെ രക്തം. കുഞ്ഞാടിന്റെ രക്തം എനിക്ക് രക്ഷയാണെന്ന് ഉറപ്പുള്ളവരൊക്കെ ആത്മാവിൽ രക്തം ജയം, കുഞ്ഞാടിന്റെ രക്തം ജയം, രക്തം ജയം. പ്രാണന് മേലെ വില പറയുന്ന, ശരീരത്തിന് മേലെ വില പറയുന്ന, അവകാശങ്ങളുടെ മേലെ വില പറയുന്ന സകല അപരാധങ്ങളുടെ മേൽ ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയുടെ സമയം ജയമെടുക്കുക. പ്രാണനെ തൊടാൻ അനുവദിക്കാതെ, ശരീരത്തെ തൊടാൻ അനുവദിക്കാതെ, നമ്മുടെ ഇൻകണക്കിനെ തൊടാൻ അനുവദിക്കാതെ ഫറവോന്റെ വീട്ടിലെ മൂത്ത കൊച്ചിനെ കൊല്ലാനൊന്നും സംഹാരദൂതന് അധികം സമയമൊന്നും ഒറ്റ സെക്കൻഡ്. ഇവിടുത്തെ അവിടുത്തെ പ്രൈം മിനിസ്റ്ററുടെ വീടാ, തൊടാൻ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. ഇവിടുത്തെ അവിടുത്തെ മുഖ്യ മഹാപുരോഹിതന്റെ വീടാ ഈ ഈജിപ്തിലെ, തൊടാൻ സംഹാരദൂതന് ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. മിനിസ്റ്റേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സംഹാരദൂതൻ വന്ന് നിൽക്കുന്നത് എസ്കിമോകളുടെ വീട് പോലുള്ള ഒരു വീടുള്ള ഒരു സ്ഥലത്താണ്. സ്വത്രം ഗോഷൻ ദേശം. അവിടെ അടിമകളായ ഭാര്യയും ഭർത്താവും കൊച്ചു പിള്ളേരും മാത്രമാണ്. ഒരു പ്രതീക്ഷയുമില്ല, എല്ലാം നഷ്ടപ്പെട്ടവരാണ്. ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് പിശാച് കടപ്പത്രം എഴുതി വെച്ചിരിക്കുന്ന വീട്ടിന്റെ അരികിൽ ആ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കടക്കാൻ സംഹാരദൂതൻ കടന്നു ചെന്നപ്പോൾ കാലെടുത്ത് വെക്കാൻ കഴിഞ്ഞില്ല. ഞാനൊരു പുതിയ നിയമത്തിന്റെ വാക്യം പറയാം. ഹാബേലിന്റെ രക്തത്തെക്കാൾ സംസാരിക്കുന്നതാണ്. സ്വതന്ത്രം ആ വചനത്തെ ഞാൻ ആശ്രയിച്ചുകൊണ്ട് പറയാം. കട്ടളക്കാലിന്റെ മേൽ നിന്ന് ഡോർ പോസ്റ്റിൽ നിന്ന് ഒരു ശബ്ദമുയർന്ന് തൊട്ടു പോകരുത്, ഇതെന്റെ വകയാണ്. കാലിൽ തണുത്ത് വെക്കാൻ കഴിയാതെ Hallelujah.
ദൈവമക്കളോട് നിങ്ങളതൊക്കെ ചെയ്യുന്നവരാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ഈ വചനമൊക്കെ കൺഫസ് ചെയ്യും. നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ പ്രൈവറ്റ് പ്രയറിനകത്ത് വചനം കൺഫസ് ചെയ്യുന്നു? രാവിലെ എഴുന്നേറ്റ് കുഞ്ഞ് ബാംഗ്ലൂരിലോ ഒക്കെ പഠിക്കാൻ പോവുക. സ്തോത്രം. അവന്റെ മേൽ അവളുടെ മേൽ രക്തം അപ്ലൈ ചെയ്യും. ആത്മാവിൽ തുറന്നു പറയണം, എന്റെ ബേബിയെ തൊടാൻ നിനക്ക് അവകാശമില്ല, അവൻ രക്തത്താൽ തൊടപ്പെട്ടവനാണ്. ആ കുഞ്ഞിനെ നോക്കി പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു ഭയങ്കര ട്രസ്റ്റ് ആ രക്തത്തിന് മേലുണ്ടാകണം. കുഞ്ഞാടിന്റെ രക്തം എന്റെ പ്രാണന്റെ രക്ഷ, എന്റെ വീടിന് തിരിച്ചു പിടിക്കും നമ്മള്. അമ്മേ, ഇനി കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോ കേട്ട ഒരു സാക്ഷ്യമൊക്കെ അതിന് 100% ഉറപ്പാണ്. അതിന്റെ ബാക്കിയൊന്നും പറയുന്നില്ല. ന്യൂസിന്റെ ഓഡിയോ ഞാൻ കേട്ട സാക്ഷ്യം അതിന് വലിയൊരു ഉറപ്പായിരിക്കും. ശത്രു തട്ടിയെടുത്തോണ്ട് പോകുമെന്ന് അവൻ വാദിച്ചു നിൽക്കുമ്പോ മൈലുകൾക്ക് ഇപ്പുറത്തുനിന്ന് ഒരു പ്രാർത്ഥന ഉയരുന്ന സമയത്ത് അപ്പുറത്തതിനു വേണ്ടി ഒരു ഓർഗനൈസേഷൻ കുടുംബത്തിലെ ഇന്ന് രാത്രി രക്തം പ്രാണനെ തൊടാൻ അനുവാദമില്ല. ഞാൻ 45 വർഷം കൊണ്ട് ഡ്രൈവ് ചെയ്യുന്നതാണ്. 45 years. 45 വർഷം കൊണ്ട് ഇന്ത്യൻ റോഡുകളിൽ ഡ്രൈവ് ചെയ്യുന്നതാണ്. ഇപ്പോഴും ഡ്രൈവ് ചെയ്യുന്നതാണ്. ഞാൻ വിചാരിച്ചിരുന്നത് ഞാനൊരു സ്കിൽഡ് ഡ്രൈവറാണെന്ന്. അത്യാവശ്യമൊക്കെ മിടുക്കനാണെന്ന് ഞാൻ ധരിച്ചിരുന്നു. പൊട്ടിച്ചു ദൈവം അത്. സ്തോത്രം. ഒരു 2008 ഈ മാരുതി 800 വണ്ടി കണ്ടുണ്ടല്ലോ, എന്തോ പോയിട്ടിരിക്കുമെന്ന് പപ്പടം പോലെ പൊടിയുന്നതാണ്. ഇത് തിരുവനന്തപുരത്ത് നിന്ന് MC റോഡിലെ വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഓൾഡ് MC റോഡിൽ ഞങ്ങൾ ട്രാവൽ ചെയ്ത് വരുമ്പം എൻ്റെ വൈഫുണ്ടായിരുന്നു. ഞങ്ങൾ ട്രാവൽ ചെയ്ത് ഒരു മീറ്റിങ്ങിന് വേണ്ടി വരികയാണ്. ട്രാവൽ ചെയ്ത് വരുന്ന സമയത്ത് ഒരു വലിയൊരു ഹെവി വെഹിക്കിൾ ഞങ്ങളുടെ മണ്ടയ്ക്കോട്ടം കയറുകയായിരുന്നു. മാരുതി 800. അമേൻ. ആ വണ്ടിയുടെ ഫോട്ടോയൊക്കെ പിന്നീട് ഞങ്ങളുടെ പാസ്റ്റേഴ്സ് പോലീസ് സ്റ്റേഷനിൽ വന്ന് എടുത്തിരുന്നു. അമേൻ. ടോട്ടൽ ലോസ് വണ്ടിയുടെ ഒരു സൈഡ് ഇങ്ങനെ അങ്ങ് മാറിപ്പോയി. സ്വത്രം മക്കൾക്ക് ചെറുകെ വരുന്ന ഒരു കാലമാണ്. സ്വത്രം എപ്പോഴോ തോന്നിപ്പോയി ഇവരുടെ സ്കിൽഡ് ഡ്രൈവർ മിടുക്കനാണെന്ന് തോന്നിപ്പോയി. സ്വത്രം പൊളിഞ്ഞു, ടോട്ടൽ ലോസായി വണ്ടി. അമേൻ. ഇന്ന് രാത്രി ഇവിടെ നിൽക്കാൻ കാരണമെന്ന് പറയുന്നത് സംസാരിക്കുന്ന ഒരു രക്തമുണ്ടായിരുന്നു. ആളുകൾ ഓടി വരുന്ന 2 പേരും മരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ടോട്ടൽ ലോസായ വണ്ടി പോയ കുറെ പേര് ഇരിപ്പുണ്ട്. പ്രാണനെ തൊടാൻ പിശാച് പറഞ്ഞപ്പോൾ സ്വർഗം പറഞ്ഞു. അവന്റെ കുഞ്ഞ് വളരുമ്പോൾ മറ്റൊരു വീട്ടിൽ വളരരുത്. എന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒരു 13-15 years 2 പേരും അവിടെ വെച്ച് ചത്തുപോയ പിന്നെ എന്താ പറ്റുമെന്ന് എനിക്കറിയാമോ. വല്ലവരുടെ കയ്യിൽ വളമായി എല്ലാം ഇരിക്കും. സ്വത്രം തൊടാൻ അനുവദിക്കരുത്. നിങ്ങളിൽ എത്ര പേര് എൻ്റെ സഹോദരന്മാര് കല്യാണം കഴിച്ചവരോട് ഞാൻ ചോദിക്കാം, നിങ്ങളുടെ ഭാര്യയെ തൊടാൻ പിശാചിനെ അനുവദിക്കാതെ ജീവിക്കട്ടെ നമ്മുടെ കൂടെ. 40ാമത്തെ വയസ്സിൽ മേ ബി അങ്ങനെ കർത്താവിന്റെ ഹിതം ഞാനങ്ങ് മാറ്റി വെക്കുന്നു. പക്ഷെ അതല്ലല്ലോ ദൈവത്തിന്റെ പദ്ധതി. ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും. സ്വത്രം. സങ്കടങ്ങളൊക്കെ ഇല്ലാത്തതൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ വചനമൊക്കെ ഒന്ന് ക്ലെയിം ചെയ്ത് പ്രാണനെതിരെ പോരാടുക. നമ്മുടെ മക്കളൊക്കെ ഓരോ രാജ്യങ്ങളിൽ വണ്ടി ഓടിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 120 ഒക്കെയാണ് പല രാജ്യങ്ങളും. 140
140, 150 ഒക്കെയാണ് മിനിമം, അല്ലെങ്കിൽ ഫൈനാണ്. ഇതൊക്കെ ഉള്ളത് അറിയാം. പല രാജ്യങ്ങളിലും നമ്മുടെ മക്കൾ ജീവിക്കുന്നവർ 140, 150 കിലോമീറ്റേഴ്സ് ആ ലൈനിൽ പോകുമ്പോൾ ആ സ്പീഡിൽ കടന്നു പോയില്ലെങ്കിൽ ഫൈനുണ്ട്. 4, 5, 6 ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷത്തേക്ക് ഡ്രൈവ് ചെയ്യാനൊക്കത്തില്ല. സ്വത്രം. അതുകൊണ്ട് മിനിമം സ്പീഡ് അവർ മെയിൻറ്റെയിൻ ചെയ്യണം. 150 കിലോമീറ്റർ സ്പീഡിൽ എത്ര ടെക്നോളജി കൂടിയ വണ്ടിയാണെങ്കിലും കൈവിട്ടു പോയോ? സ്വത്രം. രാവിലെ രക്തത്താൽ മുദ്രയിടണം, കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്രയിടണം. ആമേൻ. രാപ്പകൽ അപവാദം പറയുന്ന സാത്താനെന്ന പഴയ പാതായ മഹാസർപ്പത്തിന്റെ മേൽ ഹല്ലേലൂയ ഇന്ന് രാത്രി നമ്മൾ ജയമെടുക്കുക. പൗലോസ് പറയാണ്, സ്തോത്രം, ഞാന് സീസറുടെ പാപകാരനല്ല. സീസർ അകത്ത് പിടിച്ചിട്ടാലും ഒരു രാത്രി കൊണ്ട് പുറത്തു വരാൻ കഴിയുന്നവനാണ് ഈ എന്റെ ദൈവം. ആമേൻ. ചില വർഷങ്ങൾക്ക് മുമ്പ് ഫിലിപ്പീനിൽ സഭ സ്ഥാപിക്കാൻ ചെന്നപ്പോ സ്തോത്രം, പാസ്റ്ററെ പിടിച്ച് അകത്തിട്ടു, അപ്പോസ്തലനെ പിടിച്ച് അകത്തിട്ടു. സമയം അർദ്ധരാത്രിയായി. ആമേൻ. ഭയങ്കര ശക്തികൾ തനിക്കെതിരായി പോരാടുകയാണ്. ആമേൻ. ആ സമയത്ത് അർദ്ധരാത്രി 3 കാര്യമേ ചെയ്തുള്ളൂ: പ്രാർത്ഥിച്ചു, പാടി, ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് രാത്രി നമ്മളും ചെയ്യാൻ പോകുന്ന അതൊക്കെയാണ്. വേറെ യാതൊരു പരിപാടിയും ചെയ്യാൻ പോകുന്നില്ല. വേദപുസ്തകത്തിൽ ചില കീകൾ പറഞ്ഞിട്ടുള്ള നമ്മളെ ഏറ്റെടുത്തോണം. അർദ്ധരാത്രിയായപ്പോൾ ഫിലിപ്പോ, പൗലോസും ശീലാസും ആമേൻ അർദ്ധരാത്രിയുടെ സമയത്ത് കാരാഗ്രഹത്തിൽ കിടന്ന് പ്രാർത്ഥിച്ചു, പാടി, ദൈവത്തെ സ്തുതിച്ചു. ഇത് 3 ഭയങ്കര പവറാണ്. ഹല്ലേലൂയ. അത് എത്ര തടവറയാണെങ്കിലും എത്ര പവർ ആണെങ്കിലും പ്രാർത്ഥിക്കുന്ന സ്വർഗീയ പൗരന്റെ മുമ്പിൽ ഒരു ശക്തിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഈ പ്രാർത്ഥന അതിനകത്ത് തീരുന്നതിന് മുമ്പേ പിടിച്ചിടാൻ നാളെ രാവിലെ കൊല്ലാം. നാളെ രാവിലെ ട്രയൽ നടത്തുമ്പോൾ നിനക്ക് തോൽവിയാണ്. ആ ഗവൺമെന്റിന് മുമ്പിൽ നീ ഒരു തോൽവിയായിട്ട് മാറും. പക്ഷേ അമ്മ ഒരു പ്രോമിസ് കിടപ്പുണ്ടല്ലോ. നീ ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൽ തീരേണ്ടവല്ല. നീ സീസറുടെ മുമ്പിൽ നിൽക്കേണ്ടവനാണ്. നീ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കുന്നവനാണ്. അങ്ങ് വാഗ്ദത്തമുള്ളവന് ഇന്ന് രാത്രി അറിയാം, ഒരു തടവറയ്ക്കവനെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ വാഗ്ദത്തങ്ങൾ ചലിക്കട്ടെ, വാഗ്ദത്തങ്ങൾ ചലിക്കട്ടെ. അത് വിശ്വസിക്കുന്നവരുടെ മേലെ വാഗ്ദത്തങ്ങൾ ചലിക്കട്ടെ. വല്ലാത്ത ആത്മചലനം ഉണ്ടാകുന്നുണ്ടല്ലോ. 2 അന്യഭാഷ പറഞ്ഞ് നിർത്തണം. എതിരെ നിൽക്കുന്ന പർവ്വതത്തോട് പ്രവചിക്കണം. You should speak to the mountains. അല്ലാതെ ഇവിടെ എല്ലാവരും ഭയങ്കര ബഹളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് പോകാനൊന്നുമല്ല ഞാനിത് ഈ ഭാഷ പിടിക്കുന്നത്.
You need to speak to the mountains. എന്റെ മുമ്പിൽ നിൽക്കാൻ നീ ആരാ? കാരാഗ്രഹമേ, എന്റെ മുമ്പിൽ നിൽക്കാൻ നീ ആരാ? ഞാൻ സീസന്റെ തടവുകാരനല്ല. അവൻ ഞാൻ ക്രിസ്തുവിന്റെ തടവുകാരനാണ്. ഞാൻ ഇവിടെ പറഞ്ഞ് ഇതിനകത്ത് നമ്മൾ നാൽപ്പാവിലൊന്ന് ആരാധിക്കാൻ പോവുകയാണ്. നമുക്ക് ആവശ്യമാകും പറയാം. പരിശുദ്ധാത്മാവ് എങ്ങനെ നടത്തുന്നു, അതുകൊണ്ട് പോയിന്റ് ഒന്നും ഒന്നും അല്ല നമ്മുടെ എന്താ പ്രധാനപ്പെട്ട വിഷയം. പൗലോസിന്റെ പെർസ്പെക്റ്റീവ് മുന്നോട്ട് നോക്കി. വാസ്തവത്തിൽ പറയേണ്ടത് യഹൂദന്മാരെല്ലാം കൂടെ അങ്ങനെ ഇല്ലയോ പറയേണ്ടത്? തമ്മിച്ചാരെല്ലാം കൂടെ എന്നെ ഇയല്ലേ പറയേണ്ടത്? യമാരെല്ലാം കൂടെ കള്ളക്കേസ് പിടിച്ച് ഇവിടെ കിടന്നു. ദാറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ. ആമേൻ. ഒരു സാഹചര്യത്തിനും അവൻ കൃപയുള്ളവനെ തൊടാനൊക്കത്തില്ല. He will be a victim. സാഹചര്യത്തിൽ നമ്മളൊരു victim ആകരുത്. നമ്മൾ അതിന്മേൽ ഒരു ജയമെടുക്കേണ്ടവരായി മാറണം. സാഹചര്യങ്ങളുടെ മേൽ ഭയങ്കര ജയമെടുക്കണം. ഹല്ലേലൂയ. ആമേൻ. ഇതിലൊന്നിനും എന്നെ തകർക്കാൻ കഴിയത്തില്ലെന്നുള്ള ഒരു പെർസ്പെക്റ്റീവ്. പെർസ്പെക്റ്റീവ് മാറി. പൗലോസ് പറയേണ്ടത്, ആമേൻ, I'm a prisoner of Jews. I'm a prisoner of Caesar. പൗലോസ് പറഞ്ഞു ഇതൊക്കെ അവന്റെ കാര്യം. But I'm a prisoner of Christ. ക്രിസ്തുവിന്റെ തടവുകാരനാണ്. ഇത് പറയുമ്പോൾ അകത്ത് കിടക്കുന്നവന്റെ ഉള്ളിൽ നാളെ പുറത്തു വരുമെന്നൊരു ഉറപ്പുമില്ല. എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായിരിക്കുമ്പോൾ ഇന്ന് രാത്രി ആ സാഹചര്യങ്ങൾ നമ്മളെ കൺട്രോൾ ചെയ്യാൻ അനുവദിക്കും. കഴിവിനെ കുറിച്ച് ഒരു പിക്ചർ പറഞ്ഞാൽ ആമേൻ. ഇന്ന് 2-3 മിനിറ്റ് ആത്മാവിൽ ആരാധിക്കാൻ പോകും. ആമേൻ. ഇസ്രായേൽ മക്കൾ ഒരുമിച്ച് ചേർന്ന് ആമേൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്നാ ഇനി ഇത് അവസാനിക്കുന്നത്? ആമേൻ. 70 വർഷം തീരുമെന്നാ പറഞ്ഞത്. ആമേൻ. ഇത് എന്നാ അവസാനിക്കുന്നത്? അവൻ യഹോവയായ ദൈവത്തോട് പറഞ്ഞു, നിനക്കറിയാമോ? നീ അറിയണം, യഹോവ മഹാദൈവം. ഭൂമിയുടെ ആർതികളെ അവൻ നിർമ്മിച്ചവനാണ്. He is not a local God. He is a God of the universe. പ്രപഞ്ചത്തിന്റെ ചക്രവർത്തിയാണ്. എന്റെ ദൈവത്തിന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള തോറമുള്ള രാമനാണ്. ഒരു ലോക്കൽ ദൈവത്തിന് തൊടാനൊക്കത്തില്ല. ഞാനെന്ന് പറഞ്ഞു എന്നാ പുറത്തു വരുന്നത്? ദൈവം പറഞ്ഞു, നീ കേട്ടിട്ടില്ലയോ, നീ അറിഞ്ഞിട്ടില്ലയോ? യഹോവ മഹാദൈവം, മഹാദൈവം, നിത്യദൈവം. അവൻ ഭൂമിയുടെ അതികളെ അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ബലം നൽകുന്ന ദൈവമാണ്. ബലമില്ലാത്തവന് ബലം കൊടുക്കുന്ന ദൈവമാണ്. പരിശുദ്ധാത്മാവിൽ ഞാൻ ആ വാക്കുകൾ വ്യാഖ്യാനിക്കും. ക്ഷീണിച്ചിരിക്കുന്നവൻ ആരാന്നറിയാമോ? ഒന്നും കഴിക്കാത്തവനെന്നല്ല, എത്ര ബലമുള്ളവനാണെങ്കിലും ഒന്നിന് പുറകെ ഒന്നായി യുദ്ധം വന്ന ഒരു പ്രശ്നം അതിന്റെ പുറകിന് അടുത്ത പ്രോബ്ലം, ബാറ്റിൽ ആഫ്റ്റർ ബാറ്റിൽ you will be exhausted. അതാ ഭയങ്കര ബലമില്ലാത്ത അവസ്ഥ. നമ്മൾ എക്സോസ്റ്റഡ് ആണ്. എത്ര പറഞ്ഞാലും ഉള്ളിലോട്ട് വചനം കയറത്തില്ല. 1000 പേര് തലയൊക്കെ ബിക്കോസ് വി ആർ എക്സോസ്റ്റഡ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങളാണ്, ഒന്നിനും ഓവർകം. പക്ഷെ ഇന്ന് രാത്രി ക്ഷീണിച്ചിരിക്കുന്നവന് കർത്താവ് ബലം തരുമ്പോൾ ക്ഷീണിപ്പിക്കുന്ന അവസ്ഥകൾ ഇന്ന് രാത്രി മനസ്സിൽ നിന്ന് മാറ്റി അവൻ ബലമില്ലാത്തവന് ബലം കൊടുക്കാൻ പോവുക. യഹോവയെ കാത്തിരിക്കുന്നവർ ഇന്ന് അടുത്ത 5 മിനിറ്റിൽ പുറത്തിറങ്ങുന്നത് രോഗവുമായിട്ടല്ല. ഇന്ന് രാത്രി പുറത്തിറങ്ങുന്നത് ഇന്ന് രാത്രി ചിറകടിച്ച് ഞാൻ കയറുമെന്ന് ഉറപ്പുള്ളവർക്കായി ദൈവത്തിന് മകൻ